ഗൈസ്, ഇത് നമ്മുടെ സംയുക്ത മേനോൻ എന്ന് പറയുന്ന ഒരു മലയാളം നടിയായിരുന്നു. സോ പുള്ളിക്കാരി ആദ്യം മലയാളത്തിലൂടെ ഭയങ്കര ആക്റ്റീവായിട്ട് വന്നിട്ട് 2023 ശേഷം പിന്നെ പുള്ളിക്കാരി മലയാള സിനിമ ചെയ്തിട്ടില്ല. പുള്ളിക്കാരി നേരെ തെലുങ്ക് കോൺസെൻട്രേറ്റ് ചെയ്തങ്ങ് പോയി. സോ തെലുങ്കിൽ ചെന്നിട്ട് പുള്ളിക്കാരിയുടെ ചില ലൈക്ക് ഇവന്റുകളൊക്കെ കാണുന്ന സമയത്ത് പുള്ളിക്കാരി തെലുങ്ക് നല്ല പച്ചവെള്ളം കണക്ക് സംസാരിച്ച് അവിടുത്തെ ഓഡിയൻസിനെയൊക്കെ കയ്യിലെടുക്കുമായിരുന്നു. സോ എനിക്കറിയില്ല എന്താ പുള്ളിക്കാരിക്ക് മലയാളത്തിൽ എന്താ സിനിമ ചെയ്യാത്ത ഞാനിങ്ങനെ ആലോചിച്ചു. മേ ബി മലയാളം കുറച്ച് പാടായിരിക്കും, കാര്യം കഴിവ് വേണം ഇവിടെ പിടിച്ച് നിൽക്കണമെങ്കിൽ. പിന്നെ തെലുങ്കന്മാർക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല, അവർക്ക് പിന്നെ അങ്ങനെ കഴിയേണ്ടിയൊന്നും ആവശ്യമില്ല. അവർക്ക് 4-5 ഐറ്റം ഡാൻസും കുറച്ച് ഷോ ഒക്കെ ഇട്ട് നിന്നാൽ മതി. സോ അതല്ല, ഇപ്പൊ പുള്ളിക്കാരിയുടെ ഒരു പടം, എന്താ അതിന്റെ പേര്, എന്ത് സംഭവം, എന്തോ ഒരു പടം വരുന്നുണ്ട്, ഒരു പാൻ ഇന്ത്യൻ ഫാൻ വെച്ചുള്ള ഒരു പടമാണ്. അപ്പൊ അതിന്റെ ഒരു ഇവന്റിൽ വന്നതാണ് കേട്ടോ പുള്ളിക്കാരി. അപ്പൊ പുള്ളിക്കാരി ഹിന്ദിയിലൊക്കെ വരുന്നുണ്ട്, ഉടനെ ഹിന്ദിയിൽ പടം ചെയ്യുന്നുണ്ടെന്നൊക്കെ ഉള്ള എനിക്കറിയില്ല എന്താ സംഭവിച്ചത് പുള്ളിക്കാരിക്ക്. എന്താ പുള്ളിക്കാരി തിരിച്ച് മലയാളത്തിലോട്ട് വരാത്തെ? വാട്ട് ഈസ് ദ റിയൽ റീസൺ? ഒരു കൊറിയൻ സിംഗർ ആയിട്ടുള്ള ഓറ, AOORA, ഇനിയിപ്പോ പ്രൊനൗൺസിയേഷൻ തെറ്റിയെന്നൊന്നും പറയല്ല എൻ്റെ അടുത്ത്. സോ പുള്ളിക്കാരൻ ഒരു കൊറിയൻ റാപ്പ് സോങ് ഒക്കെ പാടുന്ന ആളാണ്. പുള്ളി ഒരു പാട്ട് ഇപ്പൊ ചെയ്തു കേട്ടോ. സോ നമ്മുടെ ശിവനെ പറ്റിയാണ്. സംതിങ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പക്ഷേ ഇത് ഇന്ത്യൻ ഓഡിയൻസിനെ കയ്യിലെടുക്കാൻ വേണ്ടിയല്ലേ, പൊതുവെ ഫോറിനേഴ്സിന്റെ ഒരു പരിപാടിയാണ് ഇത്. വാട്ട് യു തിങ്ക് ഗൈസ്? എന്താ ഈ പുള്ളി ചെയ്യുന്നത്? ലൈക്ക് ബ്രോ, വാട്ട് ഈസ് ദിസ്? ലൈക്ക് പുള്ളിക്കാരന് ഒരു സൈഡ് നോക്കുമ്പോ ധനുഷിന്റെ ഒരു കട്ട്, ഇതല്ലേ പുള്ളി? എന്ത് വേഷം ഇത്? ലൈക്ക് കളിയാക്കുന്നല്ലേട്ടാ. ബ്രോ എന്താ നിങ്ങൾക്ക് ഭയങ്കര വിയർഡായിട്ട് തോന്നി പുള്ളിക്കാരെ? ഇത് PR വർക്കാണ്. പക്ഷേ ഇത് കണ്ട നിങ്ങൾ നോക്കി, ഈ പുള്ളി എന്ത് വലിയ ഹീറോ അല്ലെങ്കിൽ എനിക്കറിയില്ല ഇത് എന്താ പുള്ളി ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. പക്ഷെ പുള്ളിയുടെ സ്റ്റേജിലെ പ്രസംഗമൊക്കെ എനിക്കൊരു ചിരി വന്ന് കണ്ടിട്ട്. ഗൈസ്, ഇത് പുള്ളിനൊക്കെ പറ്റിയുള്ള വീഡിയോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തെറി കമന്റും ആൾക്കാർ വന്നിട്ട് മെഴുകൊക്കെ. ഗൈസ്, ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു വിയർഡായിട്ട് തോന്നുന്നില്ല? 2000 ജനിച്ചവർക്കൊക്കെ ഈ വാണത്തിന് അറിയായിരിക്കും. അതെ, നമ്മുടെ കരാട്ടെ കിഡ് സിനിമയിലൂടെ ലോക പ്രശസ്തനായ ഒരുത്തനാണ്. ലൈക്ക് അന്നൊക്കെ ഞാൻ പോലും ഈ സിനിമയുടെ അവനൊക്കെ ഫാനായതാണ്. പക്ഷെ ഇപ്പൊ ഈ വാണം കാണിക്കുന്ന അപരാധങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്റെ മോനെ അവന്റെ കോസ്റ്റ്യൂംസ്, റാപ്പ് സോങ് ഒക്കെ ഇറക്കി നിങ്ങളതൊക്കെ കണ്ടിട്ടുണ്ടാകും. അപരാധം ഒരു കോസ്റ്റ്യൂമാണ് ഗൈസ്. ലൈക്ക് ജേഡൻ സ്മിത്ത് എന്ന് പറയുന്ന ഈ വാണം ഒരു വലിയ നടന്റെ മോനാണ്. പക്ഷേ ഡസന്റ് മാറ്റർ ഗൈസ്, അപരാധം കാണിക്കാൻ നമുക്കങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നും വേണ്ട. ഗൈസ്, ശ്രുതിഹാസൻ ഇവിടെ ചെയ്താണ് വളരെ നൈസ് ആയിട്ട് ആ പെൺകുട്ടീനെ മാറ്റി. കാര്യം തന്റെ ഫ്രെയിമിൽ വന്ന പെൺകുട്ടിയെ മാറ്റി. പക്ഷെ ഇവിടെ വേറൊരു കാര്യം കേട്ടാ, ഈ ശ്രുതിഹാസൻ ഇതിന് മുമ്പ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരിക്ക് അറിയാം ഈ പാപ്പരാസികളുടെ ഒരു വില. ലൈക്ക് ഒരു പാപ്പരാസി വീഡിയോയുടെ മില്യൺസ് ഓഫ് ഫോളോവേഴ്സിന്റെ അടുത്താണ് ഈ സാധനം എത്തുന്നത്. ഇപ്പൊ ഒരു സിനിമയിൽ ആക്റ്റീവ് അല്ലെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് 4-5 ഇവന്റുകളിൽ ഇങ്ങനെ 1-5 ഷോ ഇട്ട് കഴിഞ്ഞാൽ പീപ്പിൾ തിങ്ക് ദേ ആർ സ്റ്റിൽ ആക്റ്റീവ്. സിനിമ പോലും ജയിക്കണമെന്ന് ആവശ്യമില്ല ഗൈസ്. ഈ വീഡിയോ ആദ്യം കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല ഈ സൈഡിൽ നിൽക്കുന്ന ആളാ ഇത് നമ്മുടെ ജ്യോതികയാണ്. പക്ഷെ എനിക്ക് മനസ്സിലായില്ല, ഇങ്ങനെ ആലോചിക്കുന്നത് ഏത് നടി കൂടെ നിൽക്കണം. പക്ഷെ തിരിഞ്ഞപ്പം ആ ലുക്ക് മനസ്സിലായില്ല. ബട്ട് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കണ്ടിട്ട് രണ്ടുപേരും. ഗൈസ്, ഈ പെണ്ണിനെ നിങ്ങൾക്ക് മനസ്സിലായി. ഇവള് പണ്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സീരിയലിലൊക്കെ ഉണ്ടായിരുന്നതാണ്. നമ്മുടെ മലയാളത്തിൽ ഇപ്പോൾ ഡബ് വേർഷനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇവളുടെ ഒരു പ്രത്യേകത, ഇത് അവളുടെ മേക്കപ്പ് രൂപമാണേ. ഇവളൊന്നും മേക്കപ്പ് ഇല്ലാതെ വെളിയിൽ പോലും ഇറങ്ങൂല. ലൈക്ക് ഇതണ്ട ഈ വീഡിയോയിൽ ലൈക്ക് അവൾക്ക് ഇങ്ങനെ റാൻഡായിട്ട് തോന്നി പാപ്പരാസി ആരോ വീഡിയോ എടുക്കണമെന്ന്. സോ നൈസിന് വലിഞ്ഞു കളഞ്ഞ്. സോ ഗൈസ്, നിങ്ങൾ ഈ കാണുന്ന ഒരു നടന്മാരുടെയും യഥാർത്ഥ രൂപം ഇതല്ല. ഇവരൊന്നും ക്യാമറയുടെ മുമ്പിൽ മേക്കപ്പ് ഇല്ലാതെ വെളിയിൽ പോലും വരില്ല. അവർക്ക് അറിയാം. കിട്ടി, ബോധിച്ചില്ലേ? ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അതാണ് തോന്നിയത്. നമ്മുടെ വേടന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയെന്നിറങ്ങില്ലേ? നല്ല കാര്യമല്ല. എങ്ങനെ വേടന്റെ പാട്ട് കേൾക്കാറുണ്ടോ? എല്ലാരും നല്ല പാട്ടുകാരാ. ലൈക്ക് ഇപ്പൊ നീലക്കൂലായിക്കോട്ടെ, ഏത് എന്റർടൈൻമെന്റ് മീഡിയ ആയിക്കോട്ടെ, എന്തിനാ അങ്ങനെ മൂക്ക് വാങ്ങാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്നത്? കണ്ടന്റിനാണെന്ന് അറിയാം. പക്ഷേ ഗൈസ്, ഇതൊക്കെ ലൈക്ക് പുള്ളിയുടെ അടുത്തൊക്കെ എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നേ? ഇത് ഭയങ്കര അരോചകമാണ് സത്യത്തിൽ. കാണുമ്പോൾ തന്നെ ഇതിപ്പോ കാണുന്ന ഒരാൾക്കും ഇഷ്ടപ്പെടില്ല. ഇവന്താ എനിക്ക് പോലും അപരാധമായിട്ടാണ് ഈ കമന്റ് പുള്ളിക്കാരുടെ ചോദിച്ചപ്പോൾ തോന്നിയത്. എന്തിന്റെ ആവശ്യത്തിനാ?